ദ ജേർണലിസ്റ്റിലേക്ക് ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഉൾപ്പെടെ തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. വിവാഹിതരായ സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് നൽകുന്ന പരാതികൾ നിലനിൽക്കില്ല. അത്തരത്തിലുള്ള കേസുകൾ ഒരു കാലത്തും പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് BV നവരത്ന, ഉജ്വൽ ബയാൽ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത്രയും നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. അതിനുശേഷം ഈ യുവതി തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് അയാൾ പീഡിപ്പിച്ചത്. അയാൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച് ചതിച്ച് പീഡനത്തിന് ഇരയാക്കുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായി സമീപിച്ചാൽ ആ പരാതി ചുരുട്ടിക്കൂട്ടി കളഞ്ഞോളാനാണ് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ പ്രാഥമികമായ അർത്ഥം. ഈ കേസ് ദൂരവ്യാപകമായ നിരവധി കേസുകളിൽ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിർണായകമായ ഒരു വിധിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഉൾപ്പെടെ കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ ഇതാണ്: വിവാഹിതയായ ഒരു സ്ത്രീ ഉഭയസമ്മത പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നു, ബലാത്സംഗമായിരുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അതെങ്ങനെ നിലനിൽക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ ചോദ്യം. ഹൈക്കോടതി ഒന്നാമത്തെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ചില നിരീക്ഷണങ്ങൾ സമാനമായ രീതിയിൽ നടത്തിയിരുന്നു. അതും പഴയ സുപ്രീം കോടതിയുടെ ചില ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതിനിർണായകമായ ഒരു ഉത്തരവാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഉഭയസമ്മത പ്രകാരം വിവാഹിതരായ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ സ്ത്രീകൾ അതിജീവിതമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പുരുഷന്മാർ ഞങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്ന ഒരു പ്രവണത രാജ്യവ്യാപകമായി പലയിടങ്ങളിലുമുണ്ട്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, അതിൽ അന്തിമ വിധി കോടതിയാണ് പറയേണ്ടത്. പക്ഷേ രാഹുലിൻ്റെ വാദം ഇത്തരത്തിലുള്ളതായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഈ കേസുമല്ല പരിഗണിച്ചത്, മറ്റൊരു കേസാണ്. പക്ഷേ അതിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണത്തിൽ പല വ്യാജ കേസുകളും വരുന്നുണ്ട്. അതിജീവിതമാരെന്ന് പറയുന്ന ആളുകൾ പലരും വ്യാജന്മാരാണ്, അല്ലെങ്കിൽ വ്യാജ കോണ്ടെക്സ്റ്റിലുള്ളവരാണ് എന്ന നിലയിൽ തന്നെയാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അതിജീവിതമാരെന്ന വിശേഷണത്തിന് അർഹരല്ല. ഇത്തരത്തിലുള്ള പീഡന പരാതിയുമായി വന്നാൽ, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന നിലയിൽ വിവാഹിതരായ സ്ത്രീകൾ പരാതിയുമായി വന്നാൽ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ശ്രദ്ധിക്കുക, വിവാഹിതരായ സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമമോ ബലാത്സംഗമോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ കേസിൻ്റെ ഭാഗമായി തന്നെ പരിഗണിക്കും. അതായത് അത് ബലാത്സംഗമാണ്, അത് ലൈംഗിക പീഡനമാണ്. പക്ഷേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആ ഒരൊറ്റ കോണ്ടെക്സ്റ്റ് മാത്രമാണ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞത്. അല്ലാതെ വിവാഹിതരായ സ്ത്രീകളെ എന്തും ചെയ്യാം ആർക്കും, അവരെ ബലാത്സംഗം ചെയ്താൽ കേസില്ല, അവരെ പീഡിപ്പിച്ചാൽ കേസില്ല എന്നല്ല. ആ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഞങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് പരാതിയാണ്. പക്ഷേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്. അങ്ങനെയുള്ള പരാതികൾ നിലനിൽക്കില്ല. അതിന് കാരണം എന്താണെന്നറിയോ? 1955 ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹിതയായ ഒരു സ്ത്രീക്ക് ആ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ ആ വാഗ്ദാനം സ്വീകരിച്ച് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പീഡനമാണെന്ന് പറയുന്നത്, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണെന്ന് പറയുന്നതാണ് കോടതിയുടെ നിർണായകമായ ചോദ്യം. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനും കേസുകളിൽ കോടതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം, കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം. അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. എന്തായാലും ഒരു അഭിഭാഷകനെ ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കാൻ കോടതിക്ക് മുന്നിലേക്ക് വന്ന കേസെന്ന് പറയുന്നത്, ഒരു അഭിഭാഷകനെതിരെ ഒരു വനിതാ അഭിഭാഷക പരാതിയുമായി കോടതിയെ സമീപിച്ചു. അതൊരു ബലാത്സംഗ പരാതിയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ആ കേസിൽ പോലീസ് FIR ഇട്ടു.
കേസിൻ്റെ വാദം തുടർന്നു. അങ്ങനെ ഈ കേസ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിലെത്തിയപ്പോൾ കോടതി പ്രാഥമികമായി പരിഗണിച്ച കാര്യമെന്ന് പറയുന്നത് ഈ സ്ത്രീ വിവാഹിതയാണോ എന്നുള്ളതാണ്. സ്ത്രീ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല. ആ അഭിഭാഷക, വനിതാ അഭിഭാഷക വിവാഹബന്ധത്തിൽ തുടരുമ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു അഭിഭാഷകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവരൊന്നിച്ച് മുന്നോട്ട് പോകുന്നതും. അതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഈ അഭിഭാഷകൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഈ വനിതാ അഭിഭാഷക പോലീസിനെ സമീപിച്ചു. പോലീസ് കേസെടുത്തു, അഭിഭാഷകനെതിരെ നടപടി സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് അഭിഭാഷകൻ കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഇതിന് നിർണായകമായ മറ്റൊരു കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വിധി പ്രസ്താവം നടത്തുമ്പോൾ കോടതി ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം വകുപ്പുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പല സ്ത്രീകളും ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ ബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുണ്ടാകുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കുന്നുണ്ട്. അത് രാജ്യവ്യാപകമായി പലയിടത്തും നടക്കുന്നുണ്ട്. അത്തരം പല സംഭവങ്ങളും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിലൊക്കെ ഉണ്ടായിട്ടുള്ള രാഹുലിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതാണ്. ആ കേസിൻ്റെ മെറിറ്റിലേക്കല്ല ഞാൻ പോകുന്നത്. ആ കേസിൻ്റെ അന്തിമ വിധി കോടതിയാണ്, ബഹുമാനപ്പെട്ട കോടതിയാണ് പ്രഖ്യാപിക്കേണ്ടത്, പറയേണ്ടത്. പക്ഷേ രാഹുലിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഈ കേസുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. രാഹുലിൻ്റെ അഭിഭാഷകൻ ഒരു കേസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം, അതോ ഇപ്പോഴും മാർഷൽ സ്റ്റാറ്റസ് മാരീഡ് എന്ന് നിൽക്കുന്ന, അതായത് വിവാഹിതയായി നിൽക്കുന്ന ഒരു സ്ത്രീ, ഭർത്താവുള്ള ഒരു സ്ത്രീയെ, ഭർത്താവുമായി കഴിയുന്ന ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നത് എങ്ങനെ നിലനിൽക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ചോദ്യം രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയോട് ചോദിച്ചത്. എന്തായാലും കോടതി തന്നെ ആദ്യത്തെ പരാതി പരിഗണിച്ച സമയത്ത് ഇതിൽ ബലാത്സംഗമൊന്നും കാണുന്നില്ലല്ലോ, ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന തീയതിക്ക് ശേഷവും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാതൃഭൂമി അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ആ കേസിൽ ഇത്തരം വാദങ്ങൾ ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ നിർണായകമായ ഈ വിധി വന്നിരിക്കുന്നത്. അതായത് വിവാഹം കഴിച്ച സ്ത്രീകൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരാൾ ബലാത്സംഗം ചെയ്തു, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം അത് പീഡനമായിരുന്നു, വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന നിലയിൽ വരുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ഹിന്ദു വിവാഹ നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല അത് ശരിയായൊരു കീഴ്വഴക്കമല്ല എന്നും കോടതി കൃത്യമായി പറയുന്നുണ്ട്. കാരണം വിവാഹം കഴിച്ച ഒരു സ്ത്രീ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനത്തിൽ വീഴുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചൊരു സ്ത്രീക്ക് നിലവിലെ നിയമപ്രകാരം മറ്റൊരു വിവാഹം, ആ വിവാഹബന്ധം നിലനിൽക്കെ കഴിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, നിയമപ്രകാരം അത് അങ്ങനെയാണ് എന്നിരിക്കെ സ്ത്രീകൾ എന്തിനാണ് ഈ വിധത്തിൽ രണ്ടാമത് വിവാഹം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് രണ്ടാമതൊരാൾ വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ അത്തരം ബന്ധങ്ങൾക്ക് തയ്യാറാകുന്നത് എന്നുള്ള ചോദ്യമാണ്. അത്തരം ബന്ധങ്ങൾക്ക് തയ്യാറാകുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അതൊരു പരാതിയായി വരുമ്പോൾ അത് സ്വീകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ വ്യാജ പരാതി കൊടുത്ത പുരുഷന്മാരെ കുടുക്കാൻ ശ്രമിക്കുന്ന നിരവധി സ്ത്രീകൾക്ക്, നിരവധി കേസുകളിൽ ഇത് സ്ത്രീകൾക്ക് ഗുരുതരമായ തിരിച്ചടിയായിരിക്കും. കേരളത്തിൽ തന്നെ പല കേസുകളും അത്തരത്തിലുണ്ട് എന്നാണ് പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പറയുന്നത്. കാരണം വിവാഹബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരു അഫയറുമായിട്ട് പോകുന്നു, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഉലച്ചിലുണ്ടാകുമ്പോൾ, എന്തെങ്കിലും തരത്തിൽ ആ ബന്ധത്തിലൊരു വിള്ളൽ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കേസുകളിൽ നിലവിലെ നിയമപ്രകാരം പോലീസിനെ സംബന്ധിച്ച് FIR ഇടുക, കേസെടുക്കുക, ആ പുരുഷനെ പ്രതിയാക്കി നടപടികളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് നടപടിക്രമം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കോടതിയെ സമീപിച്ചാൽ പോലീസിനോട് FIR ഇടാൻ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷേ ഇനി അത്തരം കേസുകൾ വരുമ്പോൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം വിവാഹിതയായ സ്ത്രീയാണോ പരാതി നൽകിയത് എന്ന് പ്രാഥമികമായി പരിശോധിക്കാം. കാരണം സുപ്രീം കോടതി ഇത്തരമൊരു നിർണായകമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വ്യാജ പരാതി കൊടുക്കുന്ന വ്യാജ അതിജീവിതമാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ തിരിച്ചടിയാണ് ഈ വിധി എന്ന് തന്നെ പറയേണ്ടി വരും.